നസീസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാപ്പി ഓണം. ഇന്നത്തെ ദിവസവും അതേപോലെ തലേന്നത്തെ ദിവസമൊക്കെ ഭയങ്കര സാഡായിട്ടാണ് കേട്ടോ തുടങ്ങിയിട്ടുണ്ടതിന്. പക്ഷേ ആ ഒരു സാഡ് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി വരെ നിന്നിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വോയിസ് കൊടുക്കുന്നത് രാത്രിയിലാണ് കേട്ടോ. ആ ഒരു സമയം ആയപ്പോഴേക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഹാപ്പിനെസ് എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി ഇതൊക്കെ മസാലപ്പൊടികളൊക്കെ പിറ്റേന്നേക്ക് ഉള്ള ഓർഡറിനനുസരിച്ച് ഇതൊക്കെ പാക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ തൂക്കി നോക്കിയിട്ട് ഒക്കെ ഒരു ബോട്ടിലാക്കാണ്. എല്ലാം ഒന്നും ബോട്ടിലല്ല, പക്ഷേ ബോട്ടിൽ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. ഒരുപാട് വാങ്ങിയാൽ വേസ്റ്റായി പോകുമോ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിറ്റേന്ന് കൊടുക്കേണ്ടത് മാത്രമാണ് ഞാൻ ബോട്ടിലാക്കുന്നത്. എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ രാവിലെ ഒരു സ്പൈസി ചട്ടിപ്പത്തിരിക്കുള്ളൊരു ഓർഡർ ഉണ്ട്. ഇനി തലേന്ന് രാത്രി തന്നതാണ് ഓർഡർ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം രാവിലായി നോക്കുമ്പോൾ മെയിൻ സാധനമായിട്ടുള്ള ഉള്ളിയില്ല. എന്താ മറതി, എനിക്ക് പറയാൻ പറ്റാത്ത അത്രയും മറതിയാണ് കേട്ടോ. പിന്നെ വാവനെ വിളിച്ച് എടങ്ങേറാക്കി ഉള്ളിയൊക്കെ വാങ്ങി കൊണ്ടുവന്ന് അപ്പോൾ നോക്കുമ്പോൾ പച്ചമുളകും ഇല്ല. അപ്പോൾ പിന്നെ നേരെ മേലെ കാക്കൻ്റെ തോട്ടത്തിലേക്ക് പോയി. തോട്ടം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തായാലും കല്ലെടുത്തെറിയും. എന്നാലും എനിക്ക് ഒരു തോട്ടമാണ് കേട്ടോ. ചെറുതാണെങ്കിൽ വലുതായാലും തോട്ടം തന്നെയല്ലേ. അപ്പോൾ രാവിലെ ഉള്ളിയൊക്കെ കൊണ്ടുവന്ന് അത് വാട്ടുകയാണ് കേട്ടോ. ആ ഇറച്ചി ചട്ടിപ്പത്തിരിക്കുള്ളതാണ്, പിന്നെ സ്പൈസി ചട്ടിപ്പത്തിരി. അപ്പോൾ ഉള്ളി വാട്ടുന്നതോടൊപ്പം തന്നെ ഞാൻ ഉള്ളി ഒരു ഏകദേശം വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കണം. നല്ല എരിവുള്ള പച്ചമുളകായിട്ടാണ് കുറച്ചെടുത്തത്. പിന്നെ കൈപ്പത്തിരിയാണ് കേട്ടോ. കൈപ്പത്തിരി ഞാനെപ്പോഴും കൈപ്പത്തിരി നല്ല ചപ്പാത്തി ആയാലും എന്തായാലും ഇവിടെക്കാകെ കരിയണം. അപ്പോൾ നല്ലോണം കരിയിച്ച് നെരിയിച്ചൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ വാവക്ക് ഇഷ്ടമാണ് കേട്ടോ കൈപ്പത്തിരി. എനിക്കും ഇഷ്ടമാണ്. ചിക്കൻ കറി തലേന്ന് രാത്രി വെച്ച് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ അതും കൂട്ടിയിട്ട് കൈപ്പത്തിരി നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ചേർത്ത് പിന്നെ നമ്മുടെ ചിക്കൻ മസാലപ്പൊടിയില്ല, അതാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നത്. നല്ല ഞാൻ വല്ലാതെ പൊക്കി പറയുന്നല്ല, നിങ്ങൾ ആരെയും കൂട്ടുണ്ടെങ്കിൽ കൂട്ടിയിട്ട് പറയും, ഞാൻ പറയുന്നില്ല എന്തായാലും. പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടിയും പെരിഞ്ചീരകമൊക്കെ പൊടിയിട്ട്, പെരിഞ്ചീരകത്തിൻ്റെ പൊടി നമ്മൾ ഓൾറെഡി ചിക്കൻ മസാലയിൽ ഇട്ടിക്കണം, എന്നാലും അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ച് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1 കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയ ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ 1 കിലോൻ്റെ എല്ലൊക്കെ മാറ്റിയതിന് ശേഷം ഞാനിതാ പുഴുങ്ങി അതിനകത്ത് വേവിച്ചെടുത്തില്ല അത്. പിന്നെ കുറച്ച് അധികം മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി അരിഞ്ഞത് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ നോക്കുമ്പോൾ ലേശം ഒരു എരിവിനൊക്കെ ഒരു കുറവുണ്ട്. അപ്പോൾ ഞാൻ ലേശം കൂടി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഇപ്പോൾ ഞാൻ അത്ര നേരത്തെ ഒന്നും അടുക്കളയിലേക്ക് വരലില്ല. ഒരു 7:30 മണിയൊക്കെ ആകുമ്പോൾ അടുക്കളയിലേക്ക് വരുള്ളൂ. അതിലേക്ക് കറങ്ങി തിരിഞ്ഞ് നടന്ന് ഇരുന്നൊക്കെയാണ് കുറച്ച് റിലാക്സ് ചെയ്തിട്ടാണ് അടുക്കളയിൽ വരൽ. പക്ഷേ പിറ്റേന്ന് ഓർഡർ ഉള്ളതിനോണ്ട് ഞാൻ രാവിലെ 6 മണിക്ക് തന്നെ കിച്ചണിലേക്ക് വരണം എന്നൊക്കെ വിചാരിച്ചൊക്കെ നിന്നാണ്. പക്ഷേ തലേന്ന് രാത്രി എന്തോ എനിക്ക് ഉറക്കേ വന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു ചെറിയൊരു ബാഡ് കമൻറ്റ് വന്ന് അതിൻ്റെ ചുറ്റിപ്പറ്റിയിട്ട് ഉള്ളതും പിന്നെ ചെറിയൊരു ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂടി ആയിട്ട് എനിക്ക് ആകെ എന്തോ ഒരു പ്രയാസം, മാനസികമായിട്ട് എന്തോ ഒരു ഇത്. അപ്പോൾ ഇക്കാകനോട് പറയാൻ പറ്റില്ല. ഇക്കാക ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിട്ട് ഈ എന്താ പറയുക കാറ് വിളിച്ച് കൊണ്ടുവരുന്ന ടെൻഷനാണെന്നൊക്കെ പറയും. ഇവിടെ വീട്ടിൽ പ്രശ്നമില്ലായിട്ടാണ് ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്, ഇവിടെ അത് ഏറ്റെടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അതുകൊണ്ട് പറയും. എന്നാലും ഉറങ്ങുമ്പോൾ ഭയങ്കര നേരം വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ എണീക്കാനും നേരം വൈകി. മൊത്തത്തിൽ എല്ലാ കണക്കൂട്ടലും തെറ്റി. ഇക്കാക 9:15 ആകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ഇത് കൊടുക്കാമെന്നൊക്കെ ഇനി വിചാരിച്ചിനി. പക്ഷേ എനിക്കതൊന്നും പറ്റിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നേരെ വൈകിയതുകൊണ്ട് പിന്നെ 10:30 മണിയായപ്പോൾ ഞാൻ തന്നെ കൊടുത്ത് 11 മണിക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിനൊക്കെ മഴ പെയ്ത് പിന്നെ കോട്ടില്ല, ആകെ സ്വീപ്പായി. 4 മണിയിൽ അങ്ങനെയൊക്കെ കൊടുത്ത് അത് ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ മസാലയൊക്കെ റെഡിയാക്കിയതിന് ശേഷം 8 കോഴിമുട്ടയാണ്. ഇതിപ്പോൾ 500 റുപ്യേൻ്റെ ചട്ടിപ്പത്തിരിയാണ്. അല്ലാത്തത് പിന്നെ ഒരു 10 കോഴിമുട്ട 12 കോഴിമുട്ടൻ്റെ ഒക്കെ ആണെങ്കിൽ 600 റുപ്യേൻ്റെ. അപ്പോൾ അത്ര വേണ്ട, 500-ന് മതി പറഞ്ഞപ്പോൾ ഞാൻ കോഴിമുട്ടയിലേ കുറച്ചിട്ടുള്ളൂ. ബാക്കി മസാലയും ഒക്കെ ഞാൻ കുറച്ചിട്ടൊന്നുമില്ല കേട്ടോ. ആ കഥ തന്നെ. ഇനിയിപ്പോൾ അതിലൊക്കെ ഇപ്പോൾ എന്ത് ലാഭം കാണാനാണ് വിചാരിച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് പാലും കുരുമുളക് പൊടി ഉപ്പും ഒക്കെ കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ്. കുറച്ച് പാൽ ഒഴിച്ചാൽ ഈ ഒരു ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയി കിട്ടും. പിന്നെ മിക്സ് ചെയ്ത് മസാലയൊക്കെ മിക്സ് ചെയ്ത് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഇത് ഒന്നും കൂടി നല്ല റെസിപ്പി ആയിട്ട് ഞാൻ എപ്പോഴെങ്കിലും ഓർഡർ വരുമ്പോൾ ഇതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ കേട്ടോ ഞാനൊന്ന് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം ചുറ്റിച്ച് കൊടുത്ത് പിന്നെ സാധാരണ നമ്മൾ സ്വീറ്റ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന അതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിൽ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ കസ്കസ് ഒന്നും വേണ്ടാന്നേ ഉള്ളൂ. പിന്നെ ഓരോ ലെയറായിട്ട് നമ്മൾ പത്തിരിയും ചപ്പാത്തി മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് വരുന്ന ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അത് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. അതങ്ങനെ താഴോട്ട് ഇറങ്ങിക്കോളും. ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ കൈ കൊണ്ട്. ആ പാത്രം ഒന്ന് ചുറ്റിച്ച് കൊടുത്താലേ എല്ലാ ഭാഗത്തേക്കും ഇറങ്ങുകയുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി. അപ്പോൾ ഇതൊക്കെ തന്നെ കേട്ടോ, അടിപൊളി പത്തിരിയാണ്.
പത്തിരി. പിന്നെ ഞാൻ ആ ബോക്സ് വാങ്ങിയില്ലേ, നല്ല പാകമാണ്. ഒരിത്തിരി ഒരു ലൂസുണ്ട്, 1 ഇഞ്ചിൻ്റെ ലൂസുണ്ട്. പക്ഷേ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഞാൻ അത് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേഗം പാക്ക് ചെയ്യാണ്. പാക്ക് ചെയ്യൽ എൻ്റെ കാക്ക തന്നെ കേട്ടോ അതിൻ്റെ ഉഷാറ്. എനിക്കത് തീരെ അറിയില്ല. അപ്പോൾ കാക്ക അറിയില്ല എന്ന് പറഞ്ഞ് കുത്തിരുന്നാലും അത് പഠിക്കൂല എന്ന് അറിയും. പക്ഷെ കാക്ക ഉണ്ടെങ്കിൽ അത് നല്ല അടിപൊളിയിൽ എന്താ പറയുക, ഷോപ്പിൽ നിന്ന് വാങ്ങണ മാതിരി ആക്കി തരും. ഞാൻ എന്തൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന മാതിരിയൊക്കെ മാസ്കൻ്റെ ഒക്കെ കൊട്ടിച്ച് അങ്ങനെയൊക്കെ ആക്കി കൊടുത്ത്, അത് കഴിഞ്ഞതിന് ശേഷം മോളെടുത്ത് പോയി കുഞ്ഞു ബേബിനെ കുളിപ്പിച്ച് കൊടുത്ത് ഒന്ന് മുറ്റും അടിച്ചേരി കൊടുത്ത്. വേറെ ഒരു പണി ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു ഹോട്ടലിൽ സദ്യ ഉണ്ട് പറഞ്ഞിട്ട് അത് കഴിക്കാനും പോയി. ഞാനും യമുനയും കൂടി. ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പിന്നെ അത് വീഡിയോ എടുക്കണ ഒരു ചിന്ത ഇല്ലേ ഇനി, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ സന്തോഷങ്ങൾ ഈ മന്നാണ് കേട്ടോ തുടക്കം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കിലോൻ്റെ നമ്മുടെ ന്യൂട്രി മിക്സും പിന്നെ 250 ഗ്രാം ചിക്കൻ മസാലപ്പൊടിയും 100 ഗ്രാം ഗരം മസാലപ്പൊടിയൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും പിറ്റേന്ന് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും ചെമ്മീൻ്റെ ഒക്കെ ഓർഡർ ഉണ്ട്. അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ആൾ എന്നെ താഴോട്ട് വിളിച്ചാൽ കേട്ടോ മുഴിക്കിലേക്ക്. ഞാനിത് യാതൊരു ഇതൊരു ഇല്ലാതെ ഒക്കെ ഇത് കൊണ്ടു കൊടുക്കാൻ, എനിക്ക് സാധനം വാങ്ങാലോ എന്നുള്ളതിൽ അങ്ങനെ പോവാണ്. അത് ആൾ മഞ്ജു പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. നമ്മളൊരു കുടുക്ക ചാലഞ്ച് തുടക്കട്ടത് അവളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കടൻ്റെ അടുത്ത് നിന്നിട്ട് എന്നെ വിളിച്ചതാണ്. അങ്ങനെ ഇതാണ് കേട്ടോ ആൾ. സത്യത്തിൽ വലിയൊരു സർപ്രൈസും സന്തോഷമൊക്കെ ആയിട്ടാണ് ഇയാൾ വരുന്നതെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. സാധനങ്ങൾ ഓരോ കവറുകളായിട്ട് തന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്താ സെൽഫി എടുക്കാനോ, എനിക്കാണെങ്കിൽ സെൽഫി എടുക്കാനോ വലിയൊരു പിടുത്തല്ല കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് നന്നാവില്ല അത്. അപ്പോഴാണ് ഭാഗ്യത്തിന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നത്. അപ്പോൾ അവളെ കൊണ്ട് എടുപ്പിച്ചാണ് കേട്ടോ. അങ്ങനെ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്ന്. അവൾക്കും നേരെ വൈകി. അപ്പോൾ ആ മസാലപ്പൊടിയായിട്ട് അവൾ പോവാണ് കേട്ടോ. അപ്പോൾ അവൾ പോകുന്നത് വരെ നോക്കി നിന്നതാണ്. എനിക്ക് ആ ഒരു സന്തോഷം എനിക്ക് എങ്ങനെയാണ് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ പറയാൻ വയ്യ. പിന്നെ ഞാൻ വേഗം MR പോയി കുറച്ച് സാധനം വാങ്ങി, ഇക്ബാലിൻ്റെ കടയിൽ പോയി കുറച്ച് സാധനം വാങ്ങി. അങ്ങനെ എല്ലാം സാധനം വാങ്ങി വരുമ്പോഴേക്കും ഇക്കാകെത്തിട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോന്ന്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയണമെങ്കിൽ വീഡിയോ വേണ്ടേ. അപ്പോൾ ഞാൻ കകനോ പറഞ്ഞാണ് ഞാൻ കൊണ്ടുവരുന്ന ഭാഗമൊക്കെ ഒന്ന് ഇടിക്കുന്നു, എന്നാലേ ഉള്ളൂ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കുക്കിങ്ങും കൂടി കഴിയൂലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഞാനൊരു വീഡിയോ എടുപ്പിച്ചു കേട്ടോ. എല്ലാം കൂടി പിടിച്ച് വെച്ച് വണ്ടി നിറച്ച് സാധനങ്ങളാണ് എന്തായാലും. കുക്കിങ്ങിൻ്റെ സാധനങ്ങളും മീനും ഇറച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. മുന്നിലുണ്ട് കേട്ടോ മീനും ചിക്കനും. മീനിച്ചാൽ ചെമ്മീനും ചിക്കനും ഒക്കെ കാക്ക അങ്ങനെ നല്ലോണം എടുത്ത് തരുന്നുണ്ട്. അങ്ങനെ പിന്നെ പൊറോട്ട വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും കോഴിമുട്ടൻ്റെ ഇതൊക്കെ സാധനമൊക്കെ ഉണ്ടാക്കി ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ. അപ്പോൾ ഇക്കാക്ക് വിശക്കുന്നുണ്ട്. കാരണം ഞാൻ സദ്യ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് എന്തോ ഒരു വയറ് വലിയൊരു നിറഞ്ഞിട്ടൊന്നുമില്ല. ഇനി കുറച്ചേ തിന്നിട്ടുള്ളൂ. ഇനി എന്തൊക്കെയോ ഞാൻ പറഞ്ഞില്ല, എനിക്ക് തലേന്നേ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളതിന് മാനസികമായിട്ട്. അപ്പോൾ ഈ ഒരു സമ്മാനം എന്ന് പറയുമ്പോൾ ഈ സമ്മാനം തന്നതിന് അല്ല കേട്ടോ. പക്ഷേ അവർ ഇന്നെ കാണുപോലും ചെയ്യാതെ വീഡിയോ കൂടി മാത്രം കണ്ടിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഈ ഓർഡറിനുള്ള നമ്പർ കൊടുത്തപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്. അതിന് നമ്പർ എടുത്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് അങ്ങനെ സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. സംസാരിച്ചാൽ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെ വീഡിയോ കുറേ ആയി കാണുന്നു, ഞങ്ങൾക്ക് പൊടി വേണ്ട, നെല്ല് മസാലപ്പൊടി ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉണ്ട്, എന്നാലും നിങ്ങൾക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അടുത്ത് നിന്നൊരു സാധനം വാങ്ങുക എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ അവർ അങ്ങനെ ഓർഡർ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അതേ ആളാണ് ഈ മഞ്ജു. പിന്നെ അവൾ എനിക്ക് കൊണ്ടുവന്ന സാധനങ്ങൾ കണ്ടങ്ങൾ. ഈ ഒരു സെയിം കളറിൻ്റെ 2 ചുരിദാർ എനിക്കുണ്ട്. എന്നാലും കളറിലൊന്നല്ലല്ലോ, സമ്മാനത്തിലും അല്ല. പക്ഷേ ഇത് എനിക്കെന്താ പറയേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. കാരണം എന്തൊക്കെയാണ് പറയേണ്ടതെന്നും അറിയില്ല. ഈ സന്തോഷം ഞാൻ എങ്ങനെയാണ് ഈ വാക്കിൽ കൂടി ഇതാക്കേണ്ടത്, എൻ്റെ ആ മുഖത്ത് കണ്ടില്ല. അതൊക്കെ ഒരു ശരിക്കും മനസ്സെന്ന് വരുന്ന ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ അതൊക്കെ. കാരണം ഇത് കിട്ടിയത് കൊണ്ടല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, ഇഷ്ടംപോലെ ഡ്രസ്സും പാത്രങ്ങളും ഒക്കെ ഞാനായിട്ട് തന്നെ വാങ്ങുന്നുണ്ട്. ഇങ്ങനെ സമ്മാനങ്ങളായിട്ട് അങ്ങനെ വെലിങ്ങനെ ഒരു സമ്മാനങ്ങളൊന്നും അങ്ങനെ കിട്ടലും ഇല്ലല്ലോ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, വെലിങ്ങനൊന്നുമില്ല, തീരെ ഇല്ല എന്നല്ല, എന്നാലും ഇതേപോലെ ആരും തന്നില്ല കേട്ടോ. പിന്നെ ഇതാണ് ചുരിദാർ. അപ്പോൾ ഇക്കാക്ക നല്ലോണം കാണാത്തോണ്ട് നൂർത്തി കാണിച്ചു കൊടുക്കാൻ പറയുകയാണ്. കാക്കാണ് കേട്ടോ വീഡിയോ എടുക്കണേ. പിന്നെ ഞാൻ മാറ്റിയിട്ടോ കുളിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ. വേഗം ഇത് തുറന്ന് നോക്കി എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ പറയേണ്ടത്. അപ്പം മഞ്ജുവിന് അറിയാവുന്നുണ്ട് ഇവിടെ പിയേഴ്സാണ് വാങ്ങലെന്ന്, ഏതോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അതാണ് 3 പിയേഴ്സ് സോപ്പുണ്ട്. പിന്നെ പാത്രങ്ങളുണ്ട്. പാത്രം ഒന്നല്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചിരിക്കണോളൂ. ആ പാത്രമാണ് ഇത്താതൊക്കെ പാത്രമല്ലേ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചിരിയും വരിക. ഈ വോയിസ് ഇടുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു സൗണ്ട് ഉണ്ട് കേട്ടോ. നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രാത്രി സാധാരണ ഞാൻ വോയിസ് ഇടയില്ല. അപ്പോൾ രാവിലെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രാവിലെ എനിക്ക് ഓർഡർ ഉള്ളതുകൊണ്ട് അതിൻ്റെ നേരെ നിൽക്കാനും വയ്യല്ലോ.
അപ്പോൾ അതാ നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു കാസറോളും. ഇതാ ഏറ്റവും ഇഷ്ടമായത് എനിക്ക് ഈ ഒരു ചെമ്പാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു ചെമ്പും കൂടിയാണിത്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, ആ തരുന്ന ആളുകൾക്ക് അറിയ പോലും ഉണ്ടാവില്ല നമുക്കിത് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന്. പക്ഷേ അത് നല്ലൊരു ഇതുമാണ്, സമ്മാനം കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ കൊടുക്കാൻ വേണം കേട്ടോ. പിന്നെ ഇതാ പച്ചമുളക് ഞാൻ മറ്റുമ്പോൾ പറിക്കാൻ പോണേ കാണലുണ്ടായിരിക്കും. ഇതാ ബോക്സിൽ എന്തൊക്കെ കയ്യിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റിയതൊക്കെ മഞ്ജു എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം എന്തായാലും ഓക്കെ, എന്ത് തന്നിട്ടും മതിയാവാത്ത പോലെയൊക്കെയാണ് എനിക്കിത് ഈ എത്രയും സാധനങ്ങൾ കണ്ടിട്ട് തോന്നി. പിന്നെ അതായത് കണ്ടില്ലേ ഇതിൻ്റെ പഠിച്ചോനെ, എനിക്ക് വയ്യ. ഈ 2 തേങ്ങ ഒന്നല്ല കേട്ടോ ഇതിലുള്ളത്, 5-6 ഉണ്ട്. ഞാൻ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല തേങ്ങൻ്റെ. എനിക്കിവിടെ തേങ്ങ ഇല്ലാത്തൊക്കെ ഒക്കെ അറിയാമല്ലോ. ഞാൻ പറഞ്ഞില്ല ഓള് വരുന്ന വഴിക്കുള്ള കാണുന്നത് മുഴുവനും പെറുക്കിയെടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നത് വീട്ടിൽ നിന്ന്. എന്നും ഇവിടെ തേങ്ങ പൈസ കൊടുത്ത് വാങ്ങലാണ് കേട്ടോ. പൈസ കൊടുക്കാതെ വേറെ ഒന്നും, എന്തോ ഒരു നിധി പോലെയാണ് എനിക്കത് കിട്ടിയപ്പോൾ. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞ് ഇത് ചളാക്കുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പിന്നെ ഇതാ ഇത്രയൊക്കെയാണ് കേട്ടോ സാധനങ്ങൾ. ഞാനിപ്പോൾ പറഞ്ഞ് ഓവറാക്കുന്നില്ല. കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ടാവില്ല എൻ്റെ വർത്തമാനം കേട്ടിട്ട്. സത്യത്തിൽ എൻ്റെ ആ ഒരു സന്തോഷം ഉള്ളിൽ നിന്ന് വരുന്ന അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ, സോറി എന്തൊക്കെ അങ്ങനെ പറഞ്ഞ് ഞാൻ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ അതാ ചെടി തന്ന് ഒന്ന് മോൾക്കും ഒന്ന് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നാളെ കുഴിച്ചിടണം. ഒന്ന് മോൾക്കും കൊണ്ടുപോയി കൊടുക്കണം. ഇനിയിപ്പോൾ നാളെ പോവില്ല, മറ്റന്നാളെ പോവുക. അന്നാണ് മോന് കുഞ്ഞു ബേബിക്ക് VCG വെക്കണം. പിന്നെ അതല്ല കോമഡി, ഇൻഡസ് വാലിൻ്റെ പാത്രം വന്ന് കിടക്കുന്നുണ്ട്. തുറന്നു പോലും ഞാൻ നോക്കിയില്ല. അതിൻ്റെ മൈൻഡിലേക്ക് അത് വരുന്നേ ഇല്ല. സത്യത്തിൽ ഇതെല്ലാം കൂടി കണ്ടിട്ട് കുട്ടിയേക്ക് എന്തൊക്കെയോ കിട്ടിയ മാതിരിയാണ്. പിന്നെ അടുക്കള കണ്ടില്ലേ അങ്ങനെ നാശമായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കന് ബിരിയാണിക്കുള്ള ചിക്കൻ ഞാൻ കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇത് രാവിലെ തുടങ്ങണം. 11 മണിയാകുമ്പോഴേക്ക് ബിരിയാണി കൊടുക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ രാത്രി തന്നെ കഴുകി വെച്ചത്. പിന്നെ ചെമ്മീൻ തൊലി കളഞ്ഞിട്ട് എടുത്ത് വെക്കണം. ചെമ്മീൻ ഫ്രൈയും ചിക്കൻ ഫ്രൈയും ബിരിയാണിയാണ് കേട്ടോ. പിന്നെ അതാ ഈ ഒരു ചിക്കൻ മസാല വെച്ചിട്ട് നമ്മുടെ പുതിയ ചെമ്പിൻ്റെ ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട്. നല്ലോണം ആ സ്റ്റിക്കറിന് മുഴുവൻ ഒന്നും പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. നല്ലോണം കഴുകിയൊക്കെ ചെയ്തിക്കണ്. പിന്നെ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടെ. നാളെ വീഡിയോ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. പിന്നെ അത് ഗോതമ്പിൻ്റെ അവിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മില്ലുണ്ട്, ഇവിടെ തൊട്ടടുത്തല്ല കുറച്ച് കുന്നമംഗലത്തുണ്ട്. എല്ലാ തരം അവിലും അവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ ന്യൂട്രി ബോൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് 2 ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ന്യൂട്രി ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ വറുത്ത് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം ഇനി അവിൽ കിട്ടാത്തതുകൊണ്ട് പിന്നെ നിന്നതാണ്. ഇനിയിപ്പോൾ നാളെ ഈ ഓർഡറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം പൊടിച്ച് ഇതാക്കണം. പിന്നെ 2 ദിവസം DTDC ലീവുമാണ്. അതുകൊണ്ട് പിന്നെ അതും കൂടി കഴിയുമ്പോഴത്തേക്കൊക്കെ സെറ്റാവുമെന്ന് വിചാരിക്കുക. വീണ്ടും ഒരു ചിക്കൻ മസാലപ്പൊടിക്കും ഗരം മസാലപ്പൊടിക്കും ഓർഡർ ഉണ്ട് കേട്ടോ. അതും ഇനി ഉണ്ടാക്കണം. പിന്നെ മഞ്ജു പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു കേട്ടോ. ഇന്നിപ്പോൾ ഫുള്ളും ഈ വീഡിയോ മഞ്ജുമയാണ് കേട്ടോ. എന്നാലും അവൾ പറയുകയാണ് ഇത്താനെ കാണാൻ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും യങ്ങാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ഒരു വാക്ക് മഞ്ജു വന്നാലും ഓക്കെ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ബോറടിപ്പിച്ചെങ്കിൽ സോറി. അപ്പോൾ അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.